ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് MS സൊല്യൂഷൻ സിഇഒയുടെ വധഭീഷണി നേരിട്ട അധ്യാപകൻ. കൊടുവള്ളിയിലെ പണച്ചാക്കുകളുടെ സമ്മർദ്ദത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് അധ്യാപകൻ ഹക്കീം വെണ്ണക്കാട് ന്യൂസ് മലയാളത്തോട്. തെളിവ് നശിപ്പിക്കാൻ സമയം നൽകിയ ശേഷമാണ് MS സൊല്യൂഷൻസിൽ റെയ്ഡ് നടത്തിയത്. പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും സിഇഒ ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നും അധ്യാപകൻ ആരോപിച്ചു. ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ച ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഒന്നാമത് ഇതുവരെ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. രണ്ട്, ഇവരെ കൂടെ തന്നെ ചോദ്യം പറഞ്ഞ അധ്യാപകരുണ്ട്. അവരെ തന്നെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്താല് ചോദ്യപേപ്പർ ചോർന്നതിന് കൂടുതൽ തെളിവ് കിട്ടും. അതിന് തയ്യാറായിട്ടില്ല. പിന്നെ ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ അവസരം നൽകിയതിനു ശേഷമാണ് ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയത്. അപ്പൊ കൊടുവള്ളിയിൽ ഈ MS സൊല്യൂഷനിൽ കുറെ കൂടിയും വലിയ സാമ്പത്തിക ഭദ്രത ഉള്ള പണച്ചാക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു സമ്മർദ്ദത്തില് ആണ് ക്രൈംബ്രാഞ്ച് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് സംശയമുള്ളത്. മുൻകൂർ ജാമ്യം നൽകിയ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരിക്കുക, അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് ഒന്നും മുന്നോട്ട് അധികം പോകാൻ സാധ്യതയില്ലാണ്. കാരണം പിന്നെ അവർക്ക് തെളിവ് നശിപ്പിക്കാനും ആവശ്യമുള്ള രാജരാവൊക്കെ ചെയ്താൽ മതിയല്ലോ. ലിനറ്റ് വർഗീസിന്റെ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ലിനറ്റ്, ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നതടക്കമുള്ള അതീവ ഗുരുതരമായ നിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് മലയാളത്തോട് ഇപ്പോൾ ഈ ഹക്കീം വെളിപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് ഹക്കീം പറയുന്നത്? ആതിര, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന സാധ്യതയാണ് മുൻപ് MS സൊല്യൂഷൻ്റെ CEO ആയിരുന്ന ഷുഹൈബിനെതിരെ പരാതി നൽകിയ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ഹക്കീം ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കേസിൽ കൂടുതലായിട്ട് ആളുകൾക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു MS സൊല്യൂഷനിൽ കൊടുവള്ളിയിൽ പല പണച്ചാക്കുകൾക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നും അവരാണ് ഇതിൽ ഈ ഒരു കേസ് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്നൊക്കെയാണ് ഈ അധ്യാപകൻ പറയുന്നത്. പ്രത്യേകിച്ച് റെയ്ഡ് ഈ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം തുടങ്ങിയതിന് ശേഷം 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു MS സൊല്യൂഷനിൽ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. എന്നിപ്പോൾ ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ തെളിവുകൾ നശിപ്പിക്കാൻ അവർക്ക് സമയം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു റെയ്ഡ് വൈകിപ്പിച്ചതെന്നും അതോടൊപ്പം തന്നെ ഇതുവരെ ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ ഈ ക്രൈംബ്രാഞ്ചും മറ്റ് പോലീസ് അധികൃതർ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇതൊക്കെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കേസ് അട്ടിമറിക്കപ്പെടുവാനും പിന്നീട് കേസ് ഇല്ലാതാകുവാനൊക്കെ ആയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് ഈ ഒരു ഹക്കീമ സംസാരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, മറ്റാളുകൾക്കും MS സൊല്യൂഷനിൽ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഷുഹൈബിനോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ഷെയർ ചെയ്യപ്പെട്ട ഈ ഒരു ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായി ഈ യൂട്യൂബ് ചാനലുകൾ വഴി സംസാരിച്ച അധ്യാപകരൊക്കെ തന്നെയുണ്ട്. അവരെയും ഒന്നും ചോദ്യം ചെയ്യാൻ ഇതുവരെ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഷുഹൈബ് ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതോടുകൂടി ഈ ഒരു കേസിൻ്റെ തൊട്ട് പിന്നാലെയുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ ഒരു ഷുഹൈബിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും ഒക്കെ തന്നെ അവസാനിക്കുകയായിരുന്നു. കാരണം ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതോടെ ഷുഹൈബ് കുറച്ചും കൂടെ ഈ ഒരു നിയമത്തിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു നിയമത്തിൻ്റെ ഇതിൽ കൂടുതലായി സേഫ് ആയിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് എന്നൊക്കെ തന്നെയാണ് ഈ അധ്യാപകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ മറ്റാളുകൾക്കും പങ്കുണ്ട് എന്ന രീതിയിലാണ് ഈ ഒരു ഹക്കീമാഷ് ന്യൂസ് മലയാളത്തോട് സംസാരിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, ലിനറ്റ് വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്.